ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറക്കരുത്. കമൻ്റ് ഇടണം. ഓക്കെ, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ പേരൻസിന് വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത്. ഡിയർ പേരൻസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ പെൺകുട്ടികൾ പെൺകുട്ടികൾ ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അത് വീഡിയോ കാണാത്തവരൊന്ന് പോയിട്ട് കണ്ടിട്ട് വരണം കേട്ടോ. പിന്നെ നമ്മൾക്കിപ്പോ നമ്മുടെ ആൺകുഞ്ഞുങ്ങളും നമുക്ക് പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഒക്കെ നമുക്ക് ഒരേപോലെയാണ് അല്ലേ. എനിക്ക് പറയാനുള്ളത് പേരൻസിനോടല്ല, ശരിക്കും പറഞ്ഞത് ആൺകുഞ്ഞുങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, ആൺകുട്ടികളോട് പറയാനുള്ളത്. കാരണം 16 വയസ്സും കഴിഞ്ഞ് 18 കഴിഞ്ഞ് പിന്നെ അവര് പിന്നെ +2 കഴിഞ്ഞാൽ അവർ പോകുന്നത് പല ഭാഗത്താണ് അവർ പഠിക്കാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് അവരെ വളർത്തിക്കൊണ്ട് പോകുന്നത്, നമ്മൾ ചെറുപ്പം മുതലേ അവരെ കൈപിടിച്ച് സ്കൂളിൽ കൊണ്ടുപോകുന്നു, അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അമ്മമാരത് ഉണ്ടാക്കി വെക്കുന്നു. സ്വപ്നങ്ങൾ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് നല്ലൊരു അവരെ പേടിയില്ലാതെ കിടത്തി ഉറക്കി അവരെ രാവിലെ കുളിപ്പിച്ച് സ്കൂളിൽ വിടുന്നു. ഇങ്ങനെയൊക്കെ വളരെ കെയർ ചെയ്ത് നമ്മൾ പേരൻസ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നതാണ് അല്ലേ. അപ്പൊ നമ്മുടെ ഈ ആൺകുഞ്ഞുങ്ങൾ ഇപ്പൊ എല്ലാവർക്കും പരാതിയാണ് കേട്ടോ. ആൺകുഞ്ഞുങ്ങൾ നല്ല പെൺകുഞ്ഞുങ്ങളുണ്ട്, പക്ഷെ കൂടുതലും ഞാൻ ഇങ്ങനെ ഈ അറസ്റ്റ് ആൻഡ് പ്രൊഡ്യൂസ് ഒക്കെ വരുന്നതും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് കൂടുതലും ആൺകുട്ടികളാണ് വരുന്നത്. അപ്പം ഇപ്പോഴത്തെ ആൺകുട്ടികൾ അറിയാലോ, എല്ലാവർക്കും അറിയാം, കുറെ കുട്ടികൾ മയക്കുമരുന്നിന് അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്ന് വെച്ചാൽ ഉപദേശം ഇഷ്ടമില്ലാത്ത പുതിയ തലമുറ, അതാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഉപദേശവും ഇഷ്ടമില്ലാത്ത പുതിയ തലമുറ, അതാണ് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവരെ ഉപദേശിക്കുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ല. അത് അച്ഛനായാലും അമ്മയായാലും ഫ്രണ്ട്സ് ആയാലും ഒന്ന് ഫ്രണ്ട്സ് ഉപദേശിക്കുന്ന എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഫ്രണ്ട്സ് വലയത്തിൽപ്പെട്ടാണ് കുറെ പേരും ഇങ്ങനെ ആയിപ്പോകുന്നത്. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഈ ഭയങ്കര ഭയഭക്തിയോടുകൂടിയും പള്ളിയിൽ പോകുന്നവരും അമ്പലത്തിൽ പോകുന്നവരും നിസ്കരിക്കുന്നവരും ഒക്കെ ആയിരിക്കും ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ബാംഗ്ലൂർ പോലുള്ള ഒരു വലിയൊരു മായാലോകത്തേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ എഡ്യൂക്കേഷന് ചേർക്കുകയാണ്. പക്ഷെ എഡ്യൂക്കേഷൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കുട്ടികൾ അവിടെ നിറയുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. പെൺകുട്ടികളും ആൺകുട്ടികളും അവിടെ എഡ്യൂക്കേഷൻ നന്നായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അത് യൂസ് ചെയ്യുന്ന കുറെ കുട്ടികളുണ്ട്. പക്ഷെ ഈ പേരൻസ് നമുക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ കുറച്ച് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോകാനുള്ള കുറച്ച് ശതമാനം നമ്മുടെ പേരൻസിന്റെ കയ്യിലുമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമ്മുടെ അച്ഛനൊരു മദ്യപാനിയാണെങ്കിൽ ചെറുപ്പം മുതൽ ഇത് കണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് അല്ലേ. റോൾ മോഡൽ ആരാണ്? നമ്മളുടെ വീട്ടിലെ നമ്മുടെ ഫാദറാണ് കുഞ്ഞുങ്ങൾക്ക് റോൾ മോഡലായിട്ട് കാണിച്ചു കൊടുക്കേണ്ടത്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ എന്താണ് അവരെ കണ്ട് പഠിക്കേണ്ടത്? അവർക്ക് പഠിക്കാൻ സൗകര്യം കൊടുത്തിട്ടില്ല. വരുമ്പോ അമ്മയെ ചീത്ത പറയുന്നു, അടിക്കുന്നു, കിടന്നുറങ്ങാൻ അവർക്ക് സൗകര്യമില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ എന്തായാലും അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ട് വരുമ്പോൾ തോന്നുന്നില്ല. ചില കുട്ടികളൊക്കെ സ്വയം തിരിച്ചറിഞ്ഞ് വരാറുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. പിന്നെ എന്ന് വെച്ചാല് കോള് വന്നു. പിന്നെന്ന് വെച്ചാല് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ വിളിച്ചാലും ഈ ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്തുനിന്ന് അവർ പറയുന്നത് എന്താ, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുകയാണ്. പക്ഷെ ഇത് നമ്മൾ പേരൻസ് വിശ്വസിക്കുകയാണ്. ഇത് പകുതിയും നുണയായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അവിടുത്തെ ആ ഒരു ബാംഗ്ലൂർ പോലുള്ള ഒരു രാജ്യത്തിന്റെ അട്രാക്ഷൻ കണ്ടിട്ട് അവർ പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് അറിയാത്ത കാര്യങ്ങളാണ് അവരവിടെ പോയി ചെയ്യുന്നത്. അതായത് അവരുടെ ഫ്രണ്ട്സിന് അറിയായിരിക്കാം. അപ്പൊ അവരുടെ ഫ്രണ്ട്സിന്റെ വലയത്തിൽ പെട്ട് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യാണ്, ഓ ഞാനും ഇത് ചെയ്തില്ലെങ്കിൽ എന്നെ ഫ്രണ്ട്സ് ആക്കില്ല എന്നൊരു വിചാരമാണ്. പക്ഷെ വെറുതെയാണ്. നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ എന്താണ് ചിന്തിക്കുക. അങ്ങനെ ഉള്ള ഫ്രണ്ട്സ് നമുക്ക് ആവശ്യമില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഫ്രണ്ട്സ് നമുക്ക് ആവശ്യമില്ല എന്ന് തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ ആൺകുട്ടികളാണ് അല്ലെ. നമുക്ക് ഇവിടെ വന്നിട്ട് പേരൻസിന് എന്നും നിങ്ങളുടെ പുറകെ വന്ന് നോക്കാനോ, നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് കഴുകി തരാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. നിങ്ങൾ പറയുന്നത് മാത്രമേ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുള്ളൂ. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് നമ്മൾ പേരൻസിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെയധികം മാനസിക പ്രയാസം അനുഭവിക്കുന്ന പേരൻസ് ഒരുപാടുണ്ട്.
നിങ്ങൾ നന്നാകണമെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നല്ലൊരു വ്യക്തിയായിട്ട് സമൂഹത്തിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിയിരിക്കും. കാരണം നമ്മളൊരു മരം നല്ല തളിർത്ത് പച്ചപ്പുള്ള ഒരു മരം ഉണ്ടായാലാണ് മറ്റുള്ളവർക്ക് ഒരു തണൽ കൊടുക്കുന്നത്, അല്ലെ? അതേമാതിരി നിങ്ങൾ നല്ല എഡ്യൂക്കേഷനോട് കൂടിയും നിങ്ങൾ നല്ല വ്യക്തിത്വത്തോടു കൂടിയും നല്ല പെരുമാറ്റത്തോടു കൂടിയും സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ മറ്റുള്ളവർക്കും അത് നിങ്ങളെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്, അല്ലേ? അപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഈ ഫ്രണ്ട്സ് വലയത്തിൽ നമ്മൾ പെടാതിരിക്കുക. ഇതൊക്കെ ഇങ്ങനെയാണ്, ഇത് ഇവിടെ വരെയേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയാം. പിന്നെ ഇത് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആൺകുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ മൊബൈലിൽ ഒരുപാട് സമയം നിങ്ങൾ ചെലവഴിക്കുന്നവരായിരിക്കും, അല്ലേ? അത് പിന്നെ പെൺകുട്ടികളെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നില്ല. ഞാൻ ബോയ്സിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഇവർക്ക് ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ട് ഇതിൽ, മനസ്സിലായില്ലേ? ഗെയിംസ് ഉണ്ട്, ഇതിൽ അഡിക്റ്റ് ആവുന്ന കുറെ പേരുണ്ട്. അല്ലാതെ പിന്നെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവാം, അപ്പൊ അവരോട് ഫോൺ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ഇതെല്ലാം ഞാൻ ഈ ഒരു കാറ്റഗറിയിൽ പെട്ട ആൾക്കാരെ മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ എല്ലാവരെയും അടച്ചു പറയുന്നില്ല കേട്ടോ. അപ്പം ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു വെച്ചാല് ഒരു 3 മണി 4 മണി ആകുമ്പോഴാണ് കിടന്ന് ഉറങ്ങുന്നത് തന്നെ. അപ്പൊ ഈ 3 മണി 4 മണിക്ക് കിടന്ന് ഉറങ്ങുന്ന കുട്ടികൾക്ക് രാവിലെ കുട്ടികൾ എപ്പോഴും എഴുന്നേൽക്കും? സുപ്രഭാതം കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്? ഇല്ല. അപ്പോ ഈ കുഞ്ഞുങ്ങൾ നിങ്ങൾ തിരുത്തപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കുക, നിങ്ങൾ ഇന്ന് കുറച്ച് നേരത്തെ കിടക്കുക. കുറച്ച് നേരത്തെ കിടന്നിട്ട് യൂസ് യുവർ മോർണിംഗ്, അതായത് നിങ്ങളുടെ മോർണിംഗ് നിങ്ങൾ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ മക്കളെ ഒരു രക്ഷയുമില്ല. നിങ്ങൾ പിന്നെ മോർണിംഗിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് അറിയുന്നില്ല. നിങ്ങൾ വല്ല MDMA LSDയോ അല്ലെങ്കിൽ അതേപോലുള്ള ഇഞ്ചക്ഷനോ സിറിഞ്ചോ ഒക്കെ കുത്തിവെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? കിടക്കുകയാണ്, മനസ്സിലായോ? നിങ്ങൾ യാന്ത്രികമായിട്ട് ഇങ്ങനെ ജീവൻ നിലനിർത്തുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല ഒരു ആരോഗ്യമുള്ള ഒരു ശരീരം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല, മനസ്സിലായോ? നിങ്ങൾക്കിത് തിരുത്തപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വഴിയുണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പരതുന്നത് എങ്ങനെയാണ്? വലത് കൈ അങ്ങോട്ടും തലാണിയുടെ ഇടയിലോട്ട്, ഇടത് കൈ ഇങ്ങോട്ടും. കാരണം മൊബൈൽ എവിടെ ഇട്ടേക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഈ മൊബൈൽ ഇങ്ങനെ യാന്ത്രികമായിട്ട് നമ്മൾ ഉറക്കത്തിൽ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ട് നമ്മൾ ഏതെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പുതിയ വല്ല മരുന്നിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ടോ, ഇതൊക്കെ നോക്കാനായിരിക്കും നിങ്ങൾ ഫസ്റ്റ് തന്നെ മൊബൈൽ എടുക്കണം. ആ മൊബൈൽ നിങ്ങൾ എടുക്കരുത്. ഒരു 20 മിനിറ്റ് സമയം നിങ്ങൾ ആ മൊബൈൽ എടുക്കാൻ പാടില്ല. നിങ്ങൾ അത് അവിടെ തന്നെ വെക്കുക. ഒരു 5:30 5:45 നിങ്ങൾ എഴുന്നേറ്റിട്ട് ഒരു ജനൽപ്പാളികളുള്ള അല്ലെങ്കിൽ സിറ്റ് ഔട്ടിന്റെ പുറത്തേക്ക് ഒന്ന് പോവുക. നിങ്ങൾ ആ പ്രഭാതം പൊട്ടി വിടരുന്ന ആ സമയത്ത് നിങ്ങൾ നേരെ വെളുക്കുന്ന ആ സമയത്ത്, ഇരുട്ട് വെള്ളി വീഴുന്ന ആ സമയത്ത് നിങ്ങൾ ആകാശത്തേക്ക് നോക്കുക. നിങ്ങൾ കിളികളുടെ ചിലകൾ കേട്ടിട്ടുണ്ടോ? ഏതൊക്കെ ടൈപ്സ് കിളികളാണ്, ഏതൊക്കെ ടൈപ്സ് കിളികളുടെ ചിലകളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നിങ്ങൾക്ക് അറിയുമോ? പാൽക്കാരൻ രാവിലെ എപ്പോ പോകുന്നു, പച്ചക്കറിക്കാരൻ എപ്പോ ഇതിലെ പോകുന്നു, എന്തൊക്കെ ചെറിയ ചെറിയ ചെറുകിട കർഷകർ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ഒന്നും അറിയുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ ഈ ലോകത്ത് ഒന്നും കാണാതെയാണ് നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നത് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു നമ്മളെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്, മനസ്സിലായോ? അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന്, നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം. കാരണം എവിടുന്നെങ്കിലും ഒരു ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യം കിട്ടിയാൽ നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അടിക്കുകയാണ്, മരുന്നടിക്കുകയാണ്. അപ്പോ ഈ ട്രിഗർ ചെയ്യുന്ന ചിലപ്പോ ഗേൾ ഫ്രണ്ടിന്റെ ഫോൺ കിട്ടിയില്ല എന്ന് വരാം, അല്ലെങ്കിൽ വിളിച്ചിട്ട് ബിസി ആയിട്ടുണ്ടാവാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരെങ്കിലും കൊള്ളില്ല എന്ന് പറയാം. നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്ന, ഒരു ഇതില്ല എന്ന് പറയാം. പക്ഷെ നമ്മൾ കാണാൻ കൊള്ളുന്നോ അല്ലെങ്കിൽ വെളുപ്പോ കറുപ്പോ ഇതിലൊന്നും അല്ല ഇൻട്രോവേർട്ട് ആകുന്ന ആൺകുട്ടികൾ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞു തരാം. അവരുടെ ഒപ്പത്തിന് നടക്കാൻ എനിക്ക് എന്തേ അവരുടെ ഒപ്പത്തിന് നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് നല്ല ഡ്രസ്സില്ല, നല്ല ഇതിൽ നമ്മളൊരു കോൺഫിഡൻസ് വരുത്തണം, മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഇതിലൊരു കോൺഫിഡൻസ് നമ്മൾ വരുത്തേണ്ടതുണ്ട്. നമുക്കിതേ കിട്ടൂ, നമ്മുടെ വീട്ടിൽ നിന്ന് ഇതേ കിട്ടുള്ളൂ. എനിക്കിതിലൊരു കോൺഫിഡൻസ് ഉണ്ട്, എന്നെ വിട്ടത് പഠിക്കാനാണ്. ഞാൻ പഠിച്ച്
വലിയൊരു സ്ഥാനത്തെത്തിയിട്ട് ഞാൻ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇടും എന്ന് മനസ്സിൽ വിചാരിക്കുക. പിന്നെ നിങ്ങളെ നീറ്റ്നെസ്, നിങ്ങളെ കണ്ടാൽ അറിയാം. നിങ്ങളുടെ കാല്, നിങ്ങളുടെ കയ്യ്, നിങ്ങളുടെ മുഖം, താടി, മുടി, ഇതെല്ലാം കണ്ടാൽ അറിയാം. നമുക്ക് അറിയില്ല എന്നല്ല നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളെ കണ്ടാൽ ശരിക്കും നഖം വെട്ടാറില്ല. നഖത്തിന്റെ ഉള്ളിൽ നിറച്ച ചെളിയാണ്. പിന്നെ ഞാൻ ഓഫീസിൽ വരുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം കോളേജ് കുട്ടികളൊക്കെ വരാറുണ്ട് കേട്ടോ. പിന്നെ NDPS പോലുള്ള കേസുകളിലും കഞ്ചാവ് പോലുള്ള കേസുകളിലൊക്കെ കോളേജ് കുട്ടികൾ ഓഫീസിൽ വരാറുണ്ട്. ഞാൻ അവരെ ഒന്ന് നോക്കാറുണ്ട്. ഫുള്ളൊന്ന് നോക്കുമ്പോ മുഖത്തേക്ക് നോക്കുന്നില്ല. ഐ കോണ്ടാക്ട് അത്യാവശ്യമാണ്. മാറാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവര് നശിച്ചു പോയിട്ടേ ഇരിക്കുകയുള്ളൂ. മനസ്സിലായോ? മാറാൻ ഉദ്ദേശിക്കുന്ന കുഞ്ഞുങ്ങൾ, നമ്മൾ ആദ്യം നീറ്റ് ആവുക, നമ്മുടെ നഖം വെട്ടുക, നമ്മളുടെ മുടി ഒതുക്കി വെട്ടുക, താടി ട്രിം ചെയ്ത്, താടി ഇഷ്ടമുള്ളവരാണെങ്കിൽ ട്രിം ചെയ്ത് ചെറുതാക്കി വെക്കുക. പക്ഷെ മുടി വളർത്തുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അതിന് തെറ്റ് പറയുന്നില്ല. ആ മുടി ഷാമ്പൂ വാഷ് ചെയ്ത് കണ്ടീഷണർ ഇട്ട് നല്ല അഴകായിട്ട് കൊണ്ട് നടക്കുക. കാരണം അതൊരു അട്രാക്ഷൻ ആണല്ലോ. അപ്പം നമ്മൾ മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായിട്ട് നമ്മൾ പഠിക്കുക. എന്തിനാണ് വന്നത്? നമ്മൾ പഠിക്കുക. മനസ്സിലായില്ലേ? നമ്മൾ ഇതുവരെ ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല. നിങ്ങളെ പഠിക്കാനാണ് ഞങ്ങൾ വിട്ടിരിക്കുന്നത്, അല്ലേ? നിങ്ങളെ പഠിക്കാനാണ് വിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ നന്നാവാനാണ് ഞങ്ങൾ നിങ്ങളെ വിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളത് കളഞ്ഞ് തൊലച്ച് വരുമ്പോ പേരൻസിന് എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ റിലേറ്റീവ്സിന്റെ അടുത്ത് എന്ത് പറയും? നാട്ടുകാരുടെ അടുത്ത് എന്ത് പറയും? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകൻ ഉണ്ടെന്ന് പറയാൻ തന്നെ ഞങ്ങൾക്ക് എന്താകും? ഞങ്ങൾക്ക് പേടിയാവും. ഇങ്ങനെ ഒരു മകനാണല്ലോ നമ്മൾക്ക് കിട്ടുന്നത്. അയൽവക്കക്കാരായിരിക്കും ചിലപ്പോൾ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ മകന്റെ സ്വഭാവം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ പേരൻസ് ആയിരിക്കും പറഞ്ഞു തരുന്നത്. അതൊക്കെ നമ്മൾ കേൾക്കുന്ന കുറെ പേരൻസ് ഉണ്ട്, തകർന്നു പോകുന്ന പേരൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. മനസ്സിലായോ? അപ്പം നിങ്ങൾ എന്താണോ നിങ്ങൾ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഊർജം അത് നിങ്ങൾ കെടുത്താതെ നിങ്ങളത് എന്ത് ചെയ്യണം? നിങ്ങളത് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ടോ അത് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. മനസ്സിലായോ? അപ്പോ നിങ്ങൾ ഈ മയക്കുമരുന്ന്, ഇപ്പൊ ഞാൻ ഒരു സാധാരണ കുടുംബത്തിലുള്ള അമ്മമാരോട് ചെറിയൊരു കാര്യം പറഞ്ഞു തരാം. ഇവരീ ഒരുപാട് സമയം റൂമിൽ കതകടച്ചിരിക്കുന്ന സംഭവങ്ങള് ഇവരെന്താണ് ചെയ്യുന്നത് നമ്മളൊന്ന് നോക്കണം അവർ വരുമ്പോ. കാരണം കുറച്ച് പ്രൈവസി ഒക്കെ അവർക്ക് വേണം. അറിയാലോ, 10-20 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പല പല, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിന്റെ മേലെ അവർ കഥ കടച്ചിരിച്ച് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പോയി നോക്കണം. നമ്മൾ എന്താ നിനക്ക് പറ്റിയത്, എന്തൊക്കെയുണ്ട് മോനെ വിശേഷം, കോളേജിൽ എന്താണ്, നിന്റെ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട്, ആ കൈയൊക്കെ ഒന്ന് പിടിച്ച് നോക്കുക. നഖം വെട്ടാനായല്ലോ, നമുക്ക് നഖം വെട്ടണ്ടേ, നീ കുളിക്കുന്നില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് നിർത്തി, പ്രത്യേകിച്ച് ആൺകുട്ടികളെ അച്ഛന്മാര് നന്നായിട്ട് കെയർ ചെയ്യണം. നന്നായിട്ട് കെയർ ചെയ്യണം. അവർക്ക് അച്ഛന്മാരോടാണ് ഏറ്റവും കൂടുതൽ, അമ്മമാരോടാണ് ആൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയും. പക്ഷെ അച്ഛന്മാരോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് ഭയന്ന് മാറി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ വരുത്താൻ പാടില്ല. പേരൻസ് അങ്ങനെ വരുത്താൻ പാടില്ല. കുഞ്ഞുങ്ങൾക്ക് എന്തും പറയാനുള്ള ഒരു ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഏത് സമയത്താണെങ്കിലും തെറ്റാണെങ്കിൽ തെറ്റ്, ഞാനിങ്ങനെ തെറ്റ് ചെയ്തു പോയി, പക്ഷെ എനിക്കിനി ചെയ്യാൻ ഞാൻ നന്നാവണം തീരുമാനിച്ചു, അങ്ങനെയുള്ള കുട്ടികളുണ്ടല്ലോ, ഉയർച്ചയിലേക്ക് എത്തുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ, പിന്നെ ഞാൻ ആ പറഞ്ഞു വന്ന പോയിന്റ് വിട്ടുപോയി. അമ്മമാര് ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഞാൻ കാണാറുണ്ട് പിന്നെ ഇവര് ആദ്യമൊക്കെ മദ്യപാനത്തോടായിരുന്നു ഇവർക്ക് ആസക്തി. നമ്മളുടെ കേരളത്തിലുള്ള ഏറ്റവും വലിയ ശാപം എന്താണെന്ന് വെച്ചാൽ, മുട്ടിന് 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 ബീവറേജ് ഇത് വരുന്നതാണ് നമ്മുടെ ശാപം, ഇല്ലേ? എത്രയോ വീടുകളിൽ, അതിൽ ഞാൻ വേറെ വീഡിയോയിൽ വരാം. കാരണം കുഞ്ഞുങ്ങളുടെ, നമ്മള് ടീനേജ് ആയ കുട്ടികളുടെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. അച്ഛന്മാരുടെ കാര്യം വേറെ വീഡിയോയിൽ വരാം. വേണമെങ്കിൽ വീഡിയോ എടുത്ത് തന്നെ ഇടാം നമുക്ക് ബീവറേജിന്റെ മുന്നിൽ. മനസ്സിലായോ? നമ്മുടെ കയ്യിലിരിക്കുന്ന കാശും കൊടുത്ത് നമ്മൾ ഇത് കുടിച്ച് നമ്മൾ ഓടയിലും അവിടെ ഇവിടെ ഭാര്യേനെയും പോയി തല്ലുന്നത് വലിയ കാര്യമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഒന്നുമില്ല. നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ ഒരു ശതമാനം പോലും സ്നേഹവും ഇല്ല, വിലയുമില്ല. പിന്നെന്ന് വെച്ചാൽ അവർക്ക് പുറത്തിറങ്ങി പോയി ഒന്നും സമ്പാദിക്കാനും ജോലിയും ഇല്ലാത്ത സ്ത്രീകൾ എന്ത് ചെയ്യും? സഹിച്ചു കിടക്കും. മനസ്സിലായോ? അപ്പൊ നിങ്ങളെ ഇഷ്ടം ഉണ്ടായിട്ട് കിടക്കുന്നതല്ല, അവര് സഹിച്ചു കിടക്കുന്നതാണ്. പിന്നെ ഈ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യണ്ടേന്ന് വെച്ചാല്, എന്തായാലും ഈ കുഞ്ഞുങ്ങൾ നന്നാകണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ നന്നായിരിക്കും.
മനസ്സിലായോ? അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളോടാണ് പറയാനുള്ളത്, നിങ്ങൾ നാളത്തെ സുപ്രഭാതം കാണാൻ ശ്രമിക്കുക. നിങ്ങൾ പിന്നെ തീർച്ചയായും നിങ്ങൾ ഒരു എക്സർസൈസ് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ പോയി ഒരു എക്സർസൈസ് ചെയ്യുക. നിങ്ങളുടെ ജീവിത രീതിയിൽ ഒരു റുട്ടീൻ കൊണ്ടുവരിക. ഞാൻ ഇത്ര മണിക്ക് ഇത് ചെയ്യുന്നു, ഇത്ര മണിക്ക് ഇത് ചെയ്യുന്നു, ഇന്ന സമയത്ത് ഞാൻ കിടക്കുന്നു, ഇത്ര സമയം ഞാൻ മൊബൈൽ യൂസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. പിന്നെ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ മദ്യമായിരുന്നു, പിന്നീട് ഈ വന്നു MDMA, LSD, അങ്ങനെ കുറെ മാരകമായ മരുന്നുകൾ, തലച്ചോറിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കുറെ മാരകമായ മരുന്നുകൾ എത്തിക്കഴിഞ്ഞു. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, കോടതിയിൽ നിന്ന് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ മരുന്ന് വെച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ വായിൽ എവിടെയെങ്കിലും ആയിരിക്കും അവർ വെക്കുന്നത്, വെച്ച് കഴിയുമ്പോൾ ഈ കുട്ടികളുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് തുപ്പിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇടയ്ക്കിടയ്ക്ക് തുപ്പുന്നത് ബാത്റൂമിലും, നിങ്ങളോട് സംസാരിച്ചിരിക്കുമ്പോൾ പോയി ബാത്റൂമിൽ ഇടയ്ക്കിടയ്ക്ക് തുപ്പുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ വായിൽ എന്തോ ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഇത് ഞാൻ സാധാരണ അമ്മമാർക്കാണ് പറയുന്നത്. മറ്റു അമ്മമാർക്കൊന്നും ചിലപ്പോൾ ഇത് അറിഞ്ഞോണമെന്നില്ല. കാരണം ഞാൻ തന്നെ വണ്ടിയിൽ പോകുമ്പോൾ, സ്കൂട്ടിയിൽ പോകുമ്പോൾ, രണ്ടും മൂന്നും ചെക്കന്മാർ ഹെൽമെറ്റ് ഇല്ലാതെ മുന്നിൽ ഇങ്ങനെ അപകടം ഉണ്ടാകത്തക്ക രീതിയിൽ ഇവരിങ്ങനെ സഞ്ചരിച്ചു പോയിട്ട് രണ്ട് ചെക്കന്മാര് മാറി മാറി തുപ്പിയാണ് പോകുന്നത്. എൻ്റെ മേത്ത് വരെ വീണിട്ടുണ്ട്. എനിക്കറിയാം അവര് എന്തെങ്കിലും ഒരു സംഭവം വായിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് നീ എന്താടാ ഇങ്ങനെ ചെയ്തതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അടുത്ത പ്രാവശ്യം അവരുടെ കയ്യിൽ എന്തുണ്ടോ വല്ല കടാരയുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഇത് വീട്ടിൽ നിന്ന് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മുടെ ആൺകുഞ്ഞുങ്ങൾ തന്നെയാണ് ഇതിന് ഉപദേശം ഇഷ്ടമില്ലാത്ത തലമുറയോട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഉപദേശം കുറച്ച് നിങ്ങൾ കേട്ടേ പറ്റൂ. കാരണം നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഊർജ്ജം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷമാകുക, സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുക. അപ്രത്യക്ഷമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ, എൻ്റെ ദുശീലങ്ങൾ എന്തൊക്കെയുണ്ട്, ഞാൻ നല്ല ശീലങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് നിങ്ങളൊന്ന് കണ്ടെത്തുക. ഒരു ബുക്കിൽ എഴുതി വെക്കുക. ഞാൻ നാളെ മുതൽ ഇത് ചെയ്യും, ഇത് ചെയ്യും, ഇന്ന മണിക്കൂർ. ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രത്യക്ഷപ്പെടുക. മനസ്സിലായോ? 1 മന്ത് കഴിഞ്ഞ് നിങ്ങൾ പ്രത്യക്ഷപ്പെടുക, പുതിയൊരു മനുഷ്യനായിട്ട് വരിക. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വലയത്തിൽ നിന്നിട്ടും നിങ്ങളുടെ ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾക്ക് നന്നാവാൻ കഴിയില്ല. നാളെ മുതൽ ഞാൻ നന്നായിരിക്കും, അല്ലെങ്കിൽ 2025 ജനുവരി 1 മുതൽ, അങ്ങനെ ഒരു ദിവസമില്ല മക്കളെ, അങ്ങനെ ഒരു ദിവസമില്ല. ഇന്ന് നന്നാകാത്തവനാണോ നാളെ നന്നാവുന്നത്? ഒരിക്കലുമില്ല. ഇന്ന് ഇന്നു മുതൽ ഞാൻ നന്നാകും, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ. നാളെ എന്നൊരു ദിവസം നമുക്കില്ല. നാളെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ഇന്ന് നമ്മൾ നന്നാവുക, അല്ലാതെ നാളെ മുതൽ അങ്ങനെ പറയുന്ന ആൾക്കാർ നന്നാവാനേ പോകുന്നില്ല. മനസ്സിലായോ? അപ്പൊ ഞാന് ഈ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഇത്, നിങ്ങൾക്കിപ്പോ ഉപദേശം ഇഷ്ടമില്ലാത്തതുകൊണ്ട് കേട്ടോണമെന്നില്ല, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാനൊരു മോട്ടിവേഷൻ പോലെ വോയിസിന് ഞാൻ ഇടുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കളയാം. ഓക്കെ. അപ്പോ ഓക്കെ, എനിക്കിന്ന് ഇതിലും ഒരുപാട് എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഞാൻ കുറഞ്ഞൊരു വീഡിയോയിൽ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച സമയമൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം കുറെ ഇട്ടാലും ആരും അങ്ങനെ കേൾക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം ഇട്ടിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ മക്കളെ, എല്ലാവർക്കും നല്ലൊരു ഭാവി നേർന്നുകൊണ്ട്, പിന്നെ നല്ല ഒരു ചീത്ത സ്വഭാവങ്ങളെല്ലാം എടുത്തു മാറ്റി നിങ്ങളുടെ പേരൻസിന് കൂടുതൽ കടപ്പാടോടുകൂടി നിങ്ങൾ നാളേക്ക് നിങ്ങൾ പിന്നെ സമൂഹത്തിലേക്ക് നല്ലൊരു വ്യക്തിയായിട്ട് ഇറങ്ങി വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ പുതിയൊരു ഇതേപോലെ തന്നെ നമ്മൾക്ക് പുതിയൊരു വിഷയവുമായിട്ട് കടന്നു വരാം. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ് ചെയ്യണം കേട്ടോ. അപ്പോൾ കമൻ്റ് ഇടണം. അപ്പം എനിക്ക് ആ കമൻറ്റിനനുസരിച്ച് വേറെ വീഡിയോസൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിരിക്കുക. ഓക്കെ, ടേക്ക് കെയർ.